കുട്ടികളെ നമ്മള് NCTV ചാനലിൽ നിന്നാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. നമ്മളിന്ന് ലോകകപ്പിന്റെ ഫുട്ബോൾ ആവേശത്തിലാണല്ലോ. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ ആവേശം, നിങ്ങളുടെയൊക്കെ ആ ഫുട്ബോൾ ആവേശം എത്രയുണ്ടെന്ന് കാണാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് മത്സരം, പിന്നെ ഫുട്ബോൾ ക്യൂസ് മത്സരം ഒക്കെയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണം. അപ്പൊ നിങ്ങൾ നിശബ്ദരായിരുന്നാലാണ് നമുക്ക് പരിപാടി മുന്നോട്ട് പോകുള്ളൂ. കാരണം ഇത് ഈ മൈക്കിന്റെ ശബ്ദമല്ല, നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നതാണ് TV കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങള് ഈ മൈക്കിന്റെ ശബ്ദം TV ഉണ്ടാവില്ല, വേറെ നമ്മള് ഇതിലെടുക്കുന്ന ശബ്ദമാണ്. അപ്പോ നിങ്ങൾ സൈലന്റ് ആയാലാണ് നമുക്കത് കേൾക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയൊക്കെ ചെയ്യാം. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കണം. ഇപ്പൊ എങ്ങനെയാണോ നിങ്ങൾ ഇരിക്കണേ അതുപോലെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങട്ടെ. നമസ്കാരം. NCTV സോക്കർ മാനിയ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് നന്ദിക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ LP UP ഹൈസ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പമാണ്. ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോഴേ നമ്മുടെ അമേരിക്കയിലും മെക്സിക്കോയിലോ അല്ലെങ്കിൽ വേൾഡ് കപ്പ് നടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, മെക്സിക്കോ, പിന്നെ എവിടെയാ? കാനഡ. ആ കാനഡയിലൊക്കെയുള്ള സ്റ്റേഡിയത്തിന്റെ നടുക്ക് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗ്രൗണ്ടിന്റെ ചുറ്റും കാണികൾ ഇരിക്കുന്ന പോലെയാണ് ഈ നന്ദിക്കര സ്കൂളിലെ കുട്ടികള്. വിവിധ രാജ്യങ്ങളുടെ ജേഴ്സിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നത് പോലെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. വലിയ സന്തോഷം കാണുമ്പോ. അപ്പൊ നിങ്ങൾ ഇത് തയ്യാറായി വന്നതിൽ വലിയ അഭിനന്ദനങ്ങൾ പറയാണ്. എല്ലാവരും കൈയടിച്ചത് അവിടെ. താങ്ക് യു. അപ്പൊ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ പേര് എന്ന് പറയുന്നത് സോക്കർ മാനിയ എന്നാണ്. സോക്കർ മാനിയ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മള് പ്രധാന അധ്യാപികയായിട്ടുള്ള രാധിക ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളും ഒരു മാസത്തോളമായിട്ട് ഫുട്ബോളിന്റെ ആവേശത്തിൽ തന്നെയാണ് നമ്മുടെ നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പൊ ഇവിടെ പ്രവചന മത്സരങ്ങളൊക്കെ ആയിട്ട് നല്ല ആവേശത്തിലാണ്. അപ്പൊ ഇന്ന് എല്ലാവരും ജേഴ്സിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് NCTVയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു സോക്കർ മാനിയ എന്നുള്ള ഒരു പരിപാടി നടക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഞാനൊന്ന് ചോദിക്കട്ടെ ടീച്ചർ, വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണാറുണ്ടോ? ഹസ്ബൻഡ് കാണാറുണ്ട്, ഞാൻ കാണാറില്ല. ടീച്ചർക്ക് ഏത് ടീമിനോടാണ് കൂടുതൽ ഇഷ്ടം? അർജന്റീന. നമ്മുടെ സ്കൂളിൽ അർജന്റീന ഫാൻസ് ആണ് കൂടുതൽ. ഓക്കെ. അപ്പോ ടീച്ചർ ഇതാ ഗോൾ അടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാണ്. ടീച്ചർ ഗോൾ അടിക്കുന്നത് നമുക്ക് നോക്കാം. ശരി, ഒരു പ്രോത്സാഹിപ്പിക്കും ടീച്ചറെ. ശരി, ഓക്കെ. അപ്പോ ടീച്ചർക്ക് നന്ദി പറയണം. ഏതായാലും ടീച്ചർ വലിയ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പൊ അർജന്റീനയുടെ ആരാധനയാണ് നമ്മുടെ പ്രധാന അധ്യാപിക. അപ്പൊ അർജന്റീന ജേഴ്സിയാണ് ഞാനിവിടെ കൂടുതൽ കാണുന്നത്. പിന്നെ നമ്മുടെ ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ മത്സരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കട്ടെ. ഓക്കെ, അർജന്റീനയുടെ ആരാധകരുടെ അടുത്തേക്കാണ് ഞാൻ ആദ്യം വരുന്നത്. അതിനു മുമ്പ് അർജന്റീന ആരാധകരുടെ ഇടയിൽ ഒരു മഞ്ഞ ജേഴ്സി ഉണ്ടല്ലോ ഇവിടെ. ഈ ടീം പുറത്തായ ടീമല്ലേ? ബ്രസീൽ എന്തുകൊണ്ടാ പുറത്തായ? അർജന്റീന ഇത്തവണ കപ്പെടുക്കോ? അർജന്റീന ഫൈനലിൽ വന്നാൽ ആരായിരിക്കും എതിരാളി? ഫ്രാൻസ്. അപ്പൊ 2022 ആവർത്തിക്കും. അർജന്റീന കപ്പെടുക്കോ? ആദ്യം നമ്മൾ ഈജിപ്തായിട്ട് ജയിക്കോ? അപ്പൊ അർജന്റീന കപ്പെടുക്കുന്നതാണ് പറയുന്നത്. ആർക്കെതിരെ അഭിപ്രായം ഉണ്ടോ? പോർച്ചുഗൽ ഫാൻസ്
പോർച്ചുഗൽ ഫാൻസ് ഉണ്ടല്ലോ ഇവിടെ. പോർച്ചുഗൽ അല്ലേ? എന്താണ് പറ്റിയത് പോർച്ചുഗലിന്? അതുകൊണ്ടാണ് ബാറിന്റെ വലിപ്പം കുറവുണ്ടോ? ബാറിന്റെ നാളെ കേട്ടോ നാളെയാണ് ഈ പരിപാടി. എങ്കിലും അർജന്റീനക്കാർ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയണേ. അർജന്റീന ഇന്ന് രാത്രി 9:30 ഉണ്ടാവും. ജയിക്കോ? ആരാണ് ഗോൾ അടിക്കുന്നത്? അർജന്റീനക്ക് ആരാണ് ഗോൾ അടിക്കുക? മെസ്സി ഗോൾ അടിക്കോ? മെസ്സി ഗോൾ അടിക്കും. മെസ്സി ഇതുവരെ എത്ര ഗോൾ അടിച്ചു? 3. മെസ്സി ഇതുവരെ എത്ര ഗോൾ അടിച്ചു? ഇന്ന് മെസ്സി ഗോൾ അടിക്കോ? ശരി. അതായത് നമ്മള് വിജയിച്ചു നിൽക്കുന്ന ഒരു ടീമിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നതെങ്കിൽ കൂടിയിട്ട് ഞാനിവിടെ വന്നപ്പോ ശ്രദ്ധിച്ച് കുട്ടികൾ മാത്രമല്ല അധ്യാപകർ കൂടിയിട്ട് ഇങ്ങനെ ജേഴ്സിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏതായാലും പുറത്തു പോയ നമ്മുടെ ബ്രസീലിന്റെ ജേഴ്സി അടിച്ചിട്ടാണ് നമ്മുടെ PT മാഷൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ മാഷോടൊന്ന് ചോദിക്കട്ടെ. മാഷേ ബ്രസീൽ ആരാധകനാണോ? ബ്രസീൽ ആരാധകനാണ്. അപ്പൊ എന്താണ് ബ്രസീലിന് ഇത്തവണ പറ്റിയത്? ബ്രസീലിന്റെ ടീമിന്റെ കോർഡിനേഷന് ചില പ്രയാസമുണ്ട്, അതന്നെയാണ്. പിന്നെ ഒരുപാട് പരിക്കുകളുണ്ട്. നെയ്മർ പരിക്കിലായിരുന്നു. നെയ്മർ ഫുൾ ടൈം കളിക്കായിരുന്നെങ്കിൽ ഇതല്ല റിസൾട്ട് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികളൊക്കെ മാഷ് ബ്രസീലിന്റെ ആരാധകരാണ് കുട്ടികൾക്കൊക്കെ അറിയാം. മുമ്പോട്ടേ ബ്രസീൽ തോറ്റപ്പോ കുട്ടികളൊക്കെ സ്വാഭാവികമാണല്ലോ, അത് അങ്ങോട്ടും കൂടെ ഒക്കെ ഉണ്ടാവും. അതിപ്പോ ഇന്നത്തെ കളി കഴിഞ്ഞ് നാളെ ആയിരുന്നു ഈ പരിപാടിയെങ്കിൽ ചിലപ്പോ ഇത് അർജന്റീനയുടെ എത്തിക്ക് നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നേനെ. മാഷ് പറയുന്നത് ഇന്ന് നാളെ അർജന്റീന ഉണ്ടാവില്ല എന്നാണ് പറയണേ. ഒരു മത്സരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു മത്സരത്തിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ വന്ന എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. കാരണം കഴിഞ്ഞ കളി കാപ്പ് വെർഡെ ആയിട്ട് അർജന്റീന വല്ലാതെ ബുദ്ധിമുട്ടിയാണ് ജയിച്ചത്. അപ്പോൾ എല്ലാ ടീമും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാ മത്സരങ്ങളും സ്റ്റാൻഡേർഡാണ്. അപ്പോൾ എല്ലാ ടീമുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എന്നാൽ തോറ്റാലും ജയിച്ചാലും ടീം എപ്പോഴും ബ്രസീൽ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇത്തവണ മാഷിന്റെ ഒരു കണക്കൂട്ടലില് ആർക്കായിരിക്കും സാധ്യത? അത് ഫ്രാൻസ് ആണ് ഇപ്പൊ വന്നതിൽ ഏറ്റവും നല്ല ടീം കോർഡിനേഷനും നല്ല ടീമും ഫ്രാൻസിനാണ് സാധ്യത കൂടുതൽ. ഫൈനലിൽ ഇപ്പൊ ആരൊക്കെ വരാം? ഫ്രാൻസ് ജയിക്കുന്നതാണ് പറയാനുള്ളത്. ഇപ്പോഴത്തെ പൂളിനെ കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അർജന്റീന വരുമായിരിക്കും, ആഗ്രഹിക്കുന്നുണ്ട്. അർജന്റീന വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആയിരിക്കും. ഓക്കെ, ഇംഗ്ലണ്ട് ഫാൻസ് ഉണ്ടോ? ഇംഗ്ലണ്ട് ഫാൻസ് ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഇംഗ്ലണ്ട് ഫാൻ ഉണ്ടോ? ഒരാളുണ്ടോ? ആരുമില്ലേ? കപ്പെടുക്കാൻ പോകുന്ന ടീം ഇംഗ്ലണ്ടാണ് കേട്ടോ. കപ്പെടുക്കാൻ പോകുന്ന ടീം ഇംഗ്ലണ്ടാണ് അല്ലേ? ശരി, വാ ഇവിടെ പുറത്തുപോയ ജർമ്മനിയിലെ ആളുണ്ടല്ലോ ഇവിടെ. ഇംഗ്ലണ്ടിന്റെ ഫാനാണല്ലോ. ഞാനൊരു ഇംഗ്ലണ്ട് ഫാനാണ്. എന്റെ ടീം ഇംഗ്ലണ്ടാണ്. ഒരാളാണ് എനിക്ക് കിട്ടിയത്. ബ്രസീലാണ്. ബ്രസീൽ തോറ്റു. ഇനിയിപ്പോ നമ്മൾ ആരെയും കൂടെ നിൽക്കണ്ടേ? അപ്പൊ ഇനി ആരാണ് നമുക്ക് കൂടെ നിൽക്കണ്ടേ? ഇംഗ്ലണ്ട്. ഓക്കെ, ബ്രസീൽ തോറ്റു, നമ്മൾ ഇംഗ്ലണ്ടിന് കൂടെ നിൽക്കുന്നു. അപ്പൊ എല്ലാ ബ്രസീലുകാരും ഇംഗ്ലണ്ടിന് കൂടെ നിന്നോട്ടാ. ഞാൻ ഇംഗ്ലണ്ടാണ്. അപ്പൊ എല്ലാ ബ്രസീലുകാരും ഇംഗ്ലണ്ടിന് കൂടെ നിന്നോളോ? നിൽക്കില്ലേ ബ്രസീലുകാര്? ബ്രസീലുകാരെ ഇംഗ്ലണ്ടിനോട് നിൽക്കില്ലേ? നിൽക്കില്ലേ? എല്ലാ ബ്രസീലുകാരും ഇംഗ്ലണ്ടിനോട് വന്നാൽ മതി അല്ലേ? ബ്രസീൽ തോറ്റില്ലേ? ഇനിയിപ്പോ ആരെയും
അതെ, ഈ 5 എന്ന് പറഞ്ഞിട്ട് കുറെ കൊല്ലങ്ങളായി. ഇനിയിപ്പോ ഒരെണ്ണം കൂടി വേണ്ടേ? 4 കൊല്ലം കഴിയുമ്പോ വീണ്ടും ബ്രസീൽ തിരിച്ചു വരും. ശരി, ഈ വേൾഡ് കപ്പില് ബ്രസീൽ പുറത്തായ നിലയ്ക്ക് ഏതെങ്കിലും ടീമിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യണ്ട. ബ്രസീൽ അല്ലെങ്കിൽ ഞാൻ സ്പെയിനാണ്. ശരി, യമാലിന്റെ ആരാധികയാണോ? ഓക്കെ, അപ്പൊ സ്പെയിനാണ് പിന്നെ സപ്പോർട്ട് കൊടുക്കുന്നത്. ഏതായാലും നമ്മള് പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരത്തിലേക്ക് പോവാണ്. നിങ്ങളുടെ വലിയ ആവേശം കാണുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ അർജന്റീനയുടെ ആരാധകരാണ്. അപ്പൊ അർജന്റീനയുടെ മത്സരങ്ങള് ഇനി വരാൻ കിടക്കാണ്. അപ്പോ അർജന്റീന ഫൈനലിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാ അർജന്റീന ആരാധകരുണ്ട്. അപ്പൊ നമ്മുടെ പെനാൽറ്റി ഷൂട്ടൗട്ട് ആണ്. ആദ്യം LP-യിലെ കുട്ടികൾക്കാണ് കേട്ടോ. LP-യില് ആരൊക്കെ മത്സരിക്കണേ? അടിച്ചോ. Fuck me, I'm looking in the mirror. So far, but I've never seen clearer. I don't really think anyone can save me, and honestly, I'm not really sure I'm saving. I like to be my own worst enemy. There's no risk if you don't try at anything. So I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight. Gotta flip it and grip it and go and get it x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night. All I want, and I pray. All I need are some better days. Yeah. All I need are some better days. And I believe in the better days. Kinda stuck between a rock and a hard place. Do I work hard or live in my pace? But I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's Ronaldo no. Well, I just wanna be happy. How to get there? Glad that you asked me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Every day, late at night, not okay. All I want, and I pray. All I need are some better days. Yeah, all I need are some better days. അറിഞ്ഞൂടെ Looking in the mirror, so far gone, but I've never seen clearer. I don't really think anyone can save me, and honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if I don't try anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight. Gotta flip it and grip it and go and get an X-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk through here, I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night, not okay. All I want, and I pray. All I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray. I believe in the better days. I'm kinda stuck between a rock and a hard place. Do I work hard or live at my pace? You're only young once, yeah that's all great. But I also want a future where I'm okay. Living life is doing lots of cocaine. Wait no, it's sleeping in on Sundays. അപ്പോ ഒരു കിക്ക് കൂടി ഉണ്ട്. Well, I just wanna be happy. How to get there? I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Every day, late at night, not okay. All I need is some better days. Yeah, all I need is some better days. Cause all I want, and I pray, believe in better days. Living life every day, late at night.
അടിപൊളി. Anyone can save me, and honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try anything. ഏയ് ഇതിന് കൊടുക്കാൻ പറ്റില്ല. Next life is gonna be a better me. I don't think that my head's on straight. Gotta figure out what's wrong with me. I just feel weight. Better change my mind. Better days. Every day. In a hard place. Living my pace. You're only young once. Yeah, that's all great. But I also wanna be ക്ലിയർ ചെയ്യുന്ന കുട്ടികൾക്ക് അപ്പൊ ഫസ്റ്റ് ചാൻസ് ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചാൻസ് ആയിരിക്കില്ല. living in on Sundays. ആദ്യത്തെ കിക്ക് ക്ലിയർ ചെയ്തതാണ് അടുത്ത ചാൻസുകൾ തരിക. I wanna be happy. How to ക്ലിയർ get അല്ലേ? there? Glad that you ഓക്കെ, എല്ലാവരും നന്നായി പ്രോത്സാഹിപ്പിക്കാം. നമ്മുടെ ടീം ഗോൾ അടിക്കുമ്പോ എല്ലാവരും നന്നായി പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. റെഡി സ്റ്റാർട്ട്. There's so many different types of us. Trust your gut, it can show you what you want. Every day. This is the last chance for Siddharth. ആരെല്ലാം തടി മിസ്സാക്കിയോ? പെനാൽറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവത്തിന്റെ ദേശീയ ജയം. അഭിനന്ദനം. നെയ്മറിന്റെ ജേഴ്സി മാറ്റി 10-7 അഭിനന്ദനം. വളരെ സിമ്പിളായി I'm looking in the mirror. 2 ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്നു. Honestly, I'm not really sure I want saving. I like to be my own worst enemy. ജേഴ്സിയുമായി സായി കൃഷ്ണ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ അടിക്ക് വേണ്ടിയുള്ള കയ്യടികൾ സായി കൃഷ്ണ സ്കോർ ചെയ്തിരിക്കുന്നു. Better change my mindset, meditate. ശ്രീലക്ഷ്മി ആദ്യത്തേക്ക് വേണ്ടി Celebrate, think, change my mind, maybe elevate. In a hard place, do I work hard or live in my pace? You're only young once, that's so great. But I'm not to cocaine. Wait, no, with no shame. Wait, no, living in on Sundays. I guess it's different for each of us, and that's okay. Well, I just wanna be happy. How to get there? You ask me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to അല്ലേ? overcome. പോർച്ചുഗലാണോ? പോർച്ചുഗൽ പുറത്തായി. ഓക്കെ, അപ്പൊ അർജന്റീനയും ബ്രസീലും ഉണ്ട് ഈ വേൾഡ് കപ്പിന് പുറത്തായത്. ഒന്ന് നമ്മുടെ നെയ്മറും പിന്നെ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇനി മെസ്സി മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഉത്തരം പറയുന്നവർക്ക് സമ്മാനം ഉണ്ട്. അപ്പൊ കുറെ പേർക്ക് ഉത്തരം അറിയാവുന്നുണ്ടെങ്കിൽ ഉറക്കം വിളിച്ച് പറയരുത്. ഉത്തരം അറിയാവുന്നവര് കൈ പൊക്കിയാൽ മതി. ആരും ഉത്തരം വിളിച്ചു പറയരുത്. ഉത്തരം അറിയാവുന്നവര് കൈ പൊക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ഈ വേൾഡ് കപ്പ് നിങ്ങള് എല്ലാ മത്സരങ്ങളും കണ്ടവരുണ്ട് ഇവിടെ? എല്ലാ മത്സരങ്ങളും കണ്ടവര് അല്ലേ? നമ്മുടെ ഇഷ്ടപ്പെട്ട ടീമിന്റെ കളി മാത്രമേ കാണുള്ളൂ അല്ലേ? അങ്ങനെയാണോ? ഇപ്പൊ രാത്രി ആയതുകൊണ്ട് കളി കാണാൻ വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടോ? പുലർച്ചയ്ക്ക് കളി കാണാൻ വീട്ടുകാർ സമ്മതിക്കണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ കളി കാണും? ഹൈലൈറ്റ്സ് കാണും. അപ്പൊ ഈ 2026 വേൾഡ് കപ്പിന്റെ ഒരു നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നം എന്താ? നമുക്ക് സമയം എല്ലാം പുലർച്ചെയാണ് വരുന്നത് അല്ലെ? അപ്പൊ അമേരിക്ക, മെക്സിക്കോ, കാനഡ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ് 3 രാജ്യങ്ങളിലായിട്ടാണ് ഈ തവണത്തെ വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പൊ അതില് ആ ആതിഥേയരായിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ വേൾഡ് കപ്പിൽ കളിച്ചിരുന്നു. കാനഡ കളിച്ചിരുന്നു, മെക്സിക്കോ കളിച്ചിരുന്നു, USA കളിച്ചിരുന്നു. 3 ടീം പുറത്തായി കഴിഞ്ഞു അല്ലെ? ഇനി ആതിഥേയരൊന്നുമില്ല, ഇനി ഭരത്തന്മാര് മാത്രമാണ് കളിക്കുന്നത്. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ വേൾഡ് കപ്പിലെ 2026 വേൾഡ് കപ്പിലെ ഏറ്റവും ആദ്യത്തെ മത്സരം ഏത് രാജ്യങ്ങൾ തമ്മിലായിരുന്നു? വിളിച്ചു പറയരുത്. ആരും വിളിച്ചു പറയരുത്. ഞാൻ ചോദിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, വിളിച്ചു പറഞ്ഞാലും നമുക്കൊരു രക്ഷയില്ല. ഓക്കെ, പറയും.
കറക്റ്റ് ഉത്തരവാണ്. മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ മോന് പേരെന്താ? അപ്പൊ അനികേറ്റ് ആണ് ആദ്യത്തെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഈ വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു ആദ്യത്തെ മത്സരം. അപ്പൊ സമ്മാനം ഉണ്ട്. അപ്പൊ പേര് നോട്ട് ചെയ്ത്. ശരി, ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് 3 പേരാണ്. ഓക്കെ, 3 പേരാണ്. മെസ്സി, എംബാപ്പെ, ഹാലണ്ട്. എത്ര ഗോളാണ് അടിച്ചത്? 7 ശരി, ഇനി എന്റെ ചോദ്യം ഇതാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കളിക്കാരൻ ആരാണ്? എത്ര ഗോളാണ് അടിച്ചത്? ഉത്തരം ആരും വിളിച്ചു പറയണ്ടെന്ന് പറഞ്ഞു. 7 ഗോള് വീതം നേടി 3 പേര് ഒന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കളിക്കാരൻ ആരാണ്? എത്ര ഗോളാണ്? ഇതാണ് കറക്റ്റ് ഉത്തരം. അവന്റെ പേരെന്താ? ഓക്കെ, ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ ആണ് 6 ഗോളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതാണ് ശരിയായ ഉത്തരം. അപ്പൊ സമ്മാനമുണ്ട്. ഓക്കെ, വമ്പന്മാരായിട്ടുള്ള പല ടീമുകളും, അതായത് കപ്പ് എടുക്കുമെന്ന് പ്രവചനത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ടീമുകളാണ് ജർമ്മനി, പോളണ്ട്. ഒരുപാട് ആരാധകർ നമ്മുടെ കേരളത്തിലെ ഫ്ലക്സുകൾ നമുക്ക് ഇപ്പോഴും കാണാം അല്ലെ. പോളണ്ട് പുറത്തായി, ജർമ്മനി പുറത്തായി, അതുപോലെ തന്നെ ഇപ്പൊ പോർച്ചുഗൽ പുറത്തായി, ബ്രസീൽ പുറത്തായി. അപ്പൊ നമ്മുടെ ഫ്ലക്സുകളൊക്കെ ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അർജന്റീന, സ്പെയിൻ, കുറച്ച് ഫ്ലക്സ് കൂടിയൊക്കെ ബാക്കിയുള്ളൂ. അപ്പൊ ജർമ്മനി ഇത്തവണ നല്ല ടീമാവുന്നതാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ ജർമ്മനി ഇത്തവണ വീക്കായി പോയി. ജർമ്മനിയുടെ ഗോൾ കീപ്പർ ഒരു തവണ വിരമിച്ച ആളായിരുന്നു. രണ്ടാമത് വീണ്ടും ടീമിലേക്ക് വന്ന് വീണ്ടും ദേശീയ ടീമിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ജർമ്മൻ ഗോൾ കീപ്പറുടെ പേരെന്ത്? ന്യൂ ഇയർ. ഓക്കെ, ഫുൾ പേര് പറയാൻ പറ്റുമോ? ഓക്കെ, മാനുവൽ ന്യൂ ഇയർ കറക്റ്റ് ഉത്തരമാണ്. അപ്പോ ഈ വേൾഡ് കപ്പോട് കൂടി നെയ്മർ വിരമിച്ചു അല്ലെ? വിരമിച്ചു. ഈ വേൾഡ് കപ്പില് നെയ്മർ എത്ര ഗോളാണ് നേടിയത്? 1 ഗോളാണ് നേടിയത്. ശരിയാണോ? 2 5 ഒന്നിന്റെ 3. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ബ്രസീലിന്റെ ജേഴ്സി ഇട്ട ആൾക്കാണ് സമ്മാനം ഉള്ളത്. 1 പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞത് ആൾക്കാണ് സമ്മാനം. പേരെന്താണ്? ഇവിടെ രണ്ടാമത് ചോദിച്ചപ്പോ 5 എന്താ അങ്ങനെ വന്ന സംശയം വന്ന്? ശരി, അപ്പൊ ഇനി അവസാനത്തെ ചോദ്യമാണ്. അപ്പൊ അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്മസ് അവസാനിപ്പിക്കുകയാണ്. ശരി, നമ്മൾ പറഞ്ഞ 22ാമത്തെ ലോകകപ്പാണ് ഇപ്പൊ നടക്കണെന്ന് പറഞ്ഞു. 2026 ഏറ്റവും ആദ്യത്തെ വേൾഡ് കപ്പ് നടന്ന വർഷം? 1930. ശരി, 1930. അപ്പൊ ആദ്യം പറഞ്ഞ നമ്മുടെ മോനാണ് ആദ്യത്തെ സമ്മാനമുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 1930 ആദ്യത്തെ വേൾഡ് കപ്പ് നടന്നത്. ആ വേൾഡ് കപ്പ് എടുത്തത് ഏത് ടീമാണ്? അവരൊക്കെ ചോദ്യം ഇത് സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യമല്ല. ഞാൻ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചത്. നമ്മൾ മത്സരം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഉറുഗ്വയാണ്. ഉറുഗ്വ എത്ര തവണ കപ്പ് എടുത്തിട്ടുണ്ട്? ഇതാണ് ശരി. ഉറുഗ്വ വേൾഡ് കപ്പിൽ നേടിയിട്ടുള്ളത് 2 തവണയാണ് കപ്പ് നേടിയിട്ടുള്ളത്. വേൾഡ് കപ്പിൽ 2 തവണയാണ് കപ്പ് നേടിയിട്ടുള്ളത് അല്ലെ? ഓക്കെ, ഏറ്റവും കൂടുതൽ കപ്പ് നേടിയ ടീം ഏതാ? ശരി 5 തവണ. ഇനി ബ്രസീലിന് കിട്ടില്ല. 5 തവണ നേടിയിട്ട് എത്ര കൊല്ലായി അറിയോ? ഇനി 4 തവണ നേടിയ രാജ്യങ്ങൾ ഏതൊക്കെയാ? ഓക്കെ, താങ്ക് യു. നിങ്ങളൊക്കെ പന്തുകളിയെ കുറിച്ചിട്ട് നല്ല അവവാഹം ഉണ്ടെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഏതായാലും നമ്മൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. പ്രധാന അധ്യാപിക ടീച്ചറെ, ഞാൻ രാധി ടീച്ചർ എവിടെയാണ്?
ഓക്കെ, NCTV സോക്കർ മാനിയയ്ക്ക് നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വമ്പിച്ച സ്വീകരണമാണ് ലഭിച്ചത്. നമുക്കറിയാം എത്ര കുട്ടികളായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ഇവിടെ വന്നപ്പോൾ. വലിയ ആവേശമാണ്. നമ്മൾ ഈ സോക്കർ മാനിയ ഇവിടേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ് ഇന്നത്തെ ഈ ഒരു ദിവസം കുട്ടികളൊക്കെ തന്നെ വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് അവരുടെ സ്വന്തം ഫാൻ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് അധ്യാപകരടക്കം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ PTA പ്രസിഡന്റുണ്ട്, ഒപ്പം തന്നെ മറ്റ് ഭാരവാഹികളും കുട്ടികളും അധ്യാപകരും ഒക്കെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു സപ്പോർട്ട് വലുതാണ്. ഇതൊരു നമുക്ക് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രായത്തിൻ്റെ അപ്പുറത്ത് കുട്ടികളോ മുതിർന്നവരോ ഒന്നും വ്യത്യാസമില്ലാതെ ലോകം മുഴുവൻ ഒരു വലിയ ആവേശത്തിലേക്ക് പോകുന്നതാണ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ നാളുകൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ആവേശത്തിലാണ്. ഇനി 20-ാം തീയതി ഫൈനലിൽ ആര് കപ്പെടുക്കുന്നുള്ളൊരു വലിയ പോരാട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പല രാജ്യങ്ങളും പുറത്തായി കഴിഞ്ഞു. ഇനി അർജന്റീന പോലെയുള്ള വലിയ ടീമുകൾ അവശേഷിക്കുന്നുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നുള്ള ആകാംക്ഷയിലെ ആവേശത്തിലാണ്. ആ ആവേശത്തിനൊപ്പം തന്നെ നമ്മളിലെല്ലാവരും ഫുട്ബോളിലെ ലഹരി എത്തിക്കുക എന്നുള്ളതാണ് NCTVയുടെ സോക്കർ മാനിയയുടെ ലക്ഷ്യം. നമുക്കറിയാം, ഫുട്ബോൾ ഒരു ലഹരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒപ്പം നമ്മുടെ മനസ്സും ഊർജ്ജസ്വലമായിരിക്കും. മനസ്സ് ഊർജ്ജസ്വലമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഠനം വളരെ ഈസി ആയിട്ട് മാറും. അപ്പോൾ ഫുട്ബോൾ എന്ന ലഹരി അത് ഏറ്റവും കൂടുതൽ ആവേശത്തോടെ പടർത്തിയിട്ടുള്ള നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മളിവിടെ നടത്തിയിട്ടുള്ള പെനാൽറ്റി ഷൂട്ടൗട്ട്, ഒപ്പം തന്നെ ഫുട്ബോൾ ക്വിസ് മത്സരം, അതിൽ വിജയിച്ച ഒരുപാട് പേർക്ക് പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട്. നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത അവസരത്തിൽ 4 വർഷം കഴിഞ്ഞ് ഇനി വീണ്ടും അടുത്ത വേൾഡ് കപ്പ് വരുമ്പോൾ നമുക്ക് ഇതിനേക്കാളും മികച്ച രീതിയിൽ നമുക്ക് മത്സരങ്ങൾ സംഘടിപ്പിക്കണം. ഇനി സ്കൂൾ തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കേണ്ടതെന്ന് നമ്മുടെ PTA മാഷ് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ആവേശത്തോടെ തന്നെ ഈ ഫുട്ബോൾ ലഹരി പടർത്താൻ കഴിയട്ടെ. വിജയികളായവരുടെ പേര് മാഷ് വിളിക്കുമ്പോൾ NCTV നൽകുന്ന ചെറിയ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് ഞാൻ പ്രധാന അധ്യാപിക രാധിക ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഷൂട്ടൗട്ട് മത്സരത്തിൽ സമ്മാനത്തിന് അർഹരായവർക്കാണ് ആദ്യം സമ്മാനങ്ങൾ നൽകുന്നത്. കാർത്തിക് കൃഷ്ണ, സ്റ്റാൻഡേർഡ് 4. നിറഞ്ഞ കയ്യടികൾ അവരെ സമ്മാനം ഏറ്റുവാങ്ങുന്നു. അശ്വതി, സ്റ്റാൻഡേർഡ് 3. സിദ്ധൈ, സ്റ്റാൻഡേർഡ് 4. അനൈ കൃഷ്ണ, 4th സ്റ്റാൻഡേർഡ്. ശ്രീ ഹവീഷ്, സ്റ്റാൻഡേർഡ് 1. നല്ല കയ്യടി കൊടുക്കുക. അതായത് UP വിഭാഗം ഷൂട്ടർ മത്സരത്തില് വിജയികളാണ്. ആദിത്യ K വിനോദ്, 5C. ആദിത്യ K വിനോദ്, 5C. കയ്യടി, നല്ല കയ്യടി കൊടുക്കുക. മഹിനവ് 5A. കയ്യടിക്ക് പിശു വേണ്ടോ, നല്ല കയ്യടിയാവോ. വരലക്ഷ്മി ഇനി ഹൈസ്കൂൾ വിഭാഗം ഷൂട്ടൗട്ടാണ്. ഹൈസ്കൂൾ വിഭാഗം ഷൂട്ടൗട്ട് ശ്രീലക്ഷ്മി, 10D. അഭിനന്ദ്, 9D. അശ്വൽ 10A. സായി കൃഷ്ണ PS. അഭിനന്ദ് S. നാരായൺ, 9D. നിങ്ങളെ കയ്യടി പറയുന്നുണ്ട്. അഭിനന്ദ് S. നാരായൺ. അഭിനന്ദ് ക്ലാസ്സിൽ പോയോ? നെക്സ്റ്റ് ആദിദേവ് 9D. ആര്യകിരൺ, 10C.
Then Abhinand Nayandi. അഭിനന്ദന്റെ ഷൂട്ടൗട്ടിലും ക്വിസ് മത്സരത്തിലും സമ്മാനം നേടിയ കുട്ടിയാണ് അഭിനന്ദ്. നമ്മുടെ സമ്മാനദാനം കഴിഞ്ഞിരിക്കുകയാണ്. സ്പോർട്സ് എന്നുള്ളതൊരു ഹരമാണെന്ന് ഇന്ന് നമ്മുടെ ക്യാമ്പസിൽ തെളിയിക്കുകയുണ്ടായി. ജേഴ്സി ഡേയില് എല്ലാവരും നന്നായിട്ട് പങ്കെടുക്കുക, ആവേശത്തോടു കൂടെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ഉണ്ടായി. എല്ലാവർക്കും ഈ പരിപാടിയുടെ ആശംസകൾ അറിയിക്കുന്നു. ഈ സ്പോർട്സിന്റെ ഈ ലഹരി നിങ്ങൾ നന്നായിട്ട് നിറയട്ടെ, നല്ല കുട്ടികളാവട്ടെ. ഈ സ്പോർട്സ് തരുന്ന ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് വളരെയധികം മുതൽക്കൂട്ടായിരിക്കും എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. അപ്പോൾ 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അങ്ങനെ ആവേശത്തോടെ കത്തിപ്പടരുകയാണ്. ഏതായാലും കപ്പ് ആരെടുത്താലും ഫുട്ബോൾ ലഹരി പടരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.